ചെയ്യാൻ വേണ്ടി കപ്പില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളത്. ഇതിന് ശേഷം ഒരു കപ്പ് കൂടി ഇടണം. എല്ലാം ഇതൊന്ന് അടച്ചിരിക്കാം. ഒരു കപ്പ് കൂടി ചേർക്കണം. ബേക്കിംഗ് പൗഡർ 5-6 സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. സ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. നന്നായിട്ട് മാറ്റിക്കാം. ഞാനിവിടെ 5 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. വീട്ടറ വെച്ച് നല്ല പതിപ്പിച്ചെടുക്കാം. ഇത് നല്ലോണം പതിഞ്ഞിട്ടുണ്ട്. ഇത് മിക്സ് വെച്ചേക്കുന്നത് കുറച്ച് ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. 1 സ്പൂൺ ചേർക്കാം. അടച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ചേർക്കാം. നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കാൻ പോകുന്ന കുക്കറിലാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് നെയ്യ് എല്ലാത്തും പൊട്ടാം. അല്പം മൈദപ്പൊടി വിതറിയിട്ടുണ്ട്. ഈ അടുപ്പത്ത് വെക്കാം. മൂലാക്കി വെച്ച് ഒഴിച്ചെടുക്കാം. അടച്ചു വെക്കാം. 20 മിനിറ്റ് കേക്ക് ആക്കാൻ വെച്ചിരുന്നു. ഇപ്പൊ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് തുറന്നാക്കാം. ഓക്കെ, നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാകട്ടെ ഇന്നത്തെ ഒരു പാത്രത്തിലാക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ രീതിയിൽ കേക്ക് ഡെക്കറേഷൻ ചെയ്തു. എൻ്റെ അടുത്ത് കുറച്ച് ക്രീം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെച്ച് ഡെക്കറേഷൻ ചെയ്തു. കുട്ടിക്ക് വേണ്ടിയാണ് കട്ട് ചെയ്തത്. ഈ പൊടിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.